പ്രാണനിൽ നീ മാത്രം. രചന, അവതരണം മിത്രവിന്ദ. നിമിഷങ്ങൾ തെന്നി മാറിക്കൊണ്ടേയിരുന്നു ഗൗരിയിൽ നിന്നും. പക്ഷെ ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. ഗൗരി, അവൻ വിളിച്ചപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി. നീ എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത്? അവൻ അവളുടെ തോളിലൊന്ന് തൊട്ടു. നമുക്ക് പോകാം മഹേട്ട, സമയം പോകുന്നു. ടീച്ചറമ്മ വിഷമിക്കും. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അതോർത്ത് നീ പേടിക്കണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. എനിക്കങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല. അതെന്താ? അമ്മ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് മുന്നേ പറഞ്ഞതല്ലായിരുന്നോ? പറഞ്ഞിരുന്നു. എന്നിട്ടെന്താ നീ നിന്റെ ജീവിതം ഹോമിക്കാനങ്ങ് തീരുമാനിച്ചത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലില്ലാതെ വരില്ലല്ലോ. മഹി അവളെ തന്നെ ഉറ്റുനോക്കി. എൻ്റെ വിധിയാവും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല, അവൾ പറഞ്ഞു. അങ്ങനെ വിധിയെന്നുള്ള രണ്ടക്ഷരത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഗൗരി? നിന്നെപ്പോലെ അറിവും വിവരവും ഒക്കെയുള്ള ഒരു പെണ്ണിന് അവളുടെ ജീവിതം? അതോ നിന്റെ ചെറിയമ്മ പറയും പോലെ ഞാൻ താമസിയാതെ തട്ടിപ്പോകുമെന്ന് നീയും കരുതിയോ? ഗൗരിയപ്പോൾ അവനെ ദേഷ്യത്തിൽ നോക്കി. മഹേട്ടൻ ഇതെന്താ? ആ സ്ത്രീ വല്ലതും പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും ഇത് തന്നെ പറയണോ? എങ്കിൽ പറയേ, എന്തുകൊണ്ടാണ് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ? അവൾ മഹിയെ നോക്കി. നമുക്ക് പോകാം, നേരം വൈകുന്നു. നീ വ്യക്തമായ മറുപടി തരൂ. ആ സെക്കൻഡിൽ ഞാൻ വണ്ടിയെടുക്കും. അങ്ങനെയാണെങ്കിൽ കേട്ടോ, എനിക്ക് പറയാനിപ്പം മനസ്സില്ല. നിങ്ങളിവിടെ കിടന്നോ, ഞാൻ എൻ്റെ വഴിക്ക് പോവാം. ഗൗരി ലോക്ക് മാറ്റി വേഗം കാറിൽ നിന്നിറങ്ങി. ഡീ, മഹി അവളെ വിളിച്ചെങ്കിലും ഗൗരി നിന്നില്ല. അവൻ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ ഗൗരി അവനെ നോക്കി. ഓ, ഒരു കാര്യം കണ്ടുപിടിക്കാൻ വന്നേക്കുന്നു. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. നിങ്ങളോടെന്നല്ല, ആരോടും പറയില്ല ഞാനത്. ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ ആത്മാവിൽ അലിഞ്ഞു പോകും ആ കാരണം എന്താണെന്നുള്ളത്. അവനെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് അവൾ മുന്നോട്ട് നടന്നുപോയി. കുറച്ച് ദൂരം ചെന്നിട്ട് ഗൗരി തിരിഞ്ഞു നോക്കി. അപ്പോഴും മഹിയുടെ കാർ അവിടെ തന്നെ കിടപ്പുണ്ട്. ടീച്ചറമ്മേ, ബാഗ് കൊണ്ടുപോയി മേശമേൽ വെച്ചിട്ട് അവൾ ഉറക്കം വിളിച്ചു. മോളെ. അവർ ഗൗരിക്ക് ഒരു കപ്പ് കാപ്പിയുമായി വരുന്നുണ്ട്. ലീലയെടുത്തി എവിടെ? ലീലയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്രേ, ഹോസ്പിറ്റലിലാണെന്ന്. അതിന് പോയേക്കുവാ. ഇനി എന്നു വരുമോ മടങ്ങി? അയ്യോ, അത് കഷ്ടമായല്ലോ. എവിടെയാണമ്മേ അവരുടെ വീട്? വണ്ടിപ്പെരിയാറ്. അവിടുന്ന് പിന്നെയും കുറച്ച് ഉള്ളിലോട്ട് പോകണമെന്നാ ലീല പറഞ്ഞത്. ഏത് ഹോസ്പിറ്റലിലാണ്? അവരുടെ നാട്ടിലെവിടെയോ ഉള്ള ഹോസ്പിറ്റലാണത്രേ. അപ്പോഴേക്കും മഹിയുടെ വണ്ടി വന്ന് നിന്നു. ലീലയെടുത്തി പോയ കാര്യം ടീച്ചറമ്മ അവനോടും പറഞ്ഞു. തെക്കേലെ ജാനുവിനോട് നാളെ മുതൽ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലീല വരാൻ ഇനി എന്തായാലും കുറച്ച് ദിവസം എടുക്കും. അതെന്തിനാ അമ്മ അവരോടൊക്കെ വരാൻ പറഞ്ഞത്? പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന് പുതിയ ആളെയൊന്നും എടുക്കണ്ട, ഇവളുണ്ടല്ലോ ഇവിടെ. മഹി ഗൗരിയെ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോയി. അത് നേരാണമ്മേ, ഞാനുണ്ടല്ലോ ഇവിടെ. എനിക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. ഇനി വേറെ ആർക്കും വെറുതെ പൈസ കൊടുത്ത് എടുക്കാനൊന്നും നിൽക്കണ്ട. ഗൗരി പറഞ്ഞപ്പോൾ ടീച്ചർ അത് വിസമ്മതിച്ചു. അതൊന്നും വേണ്ട കുട്ടി, നിനക്ക് സ്കൂളിൽ പോകേണ്ടതൊക്കെയല്ലേ. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് എപ്പോൾ പോകാനാ? എൻ്റെ ടീച്ചറമ്മേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിരുന്നത്. എന്നിട്ടല്ലേ അവിടുന്ന് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നേ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടീച്ചറമ്മ വിഷമിക്കണ്ട. ഗൗരി അവരുടെ കവളിൽ തട്ടി. എന്നിട്ട് വേഷമൊക്കെ മാറ്റി കുളിച്ചു വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടു മഹി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ഗ്ലാസും തണുത്ത വെള്ളവും എടുത്ത് ടേബിളിൽ വെച്ചിരിക്കുന്നത്. ഓ, വന്നപ്പോൾ തന്നെ തുടങ്ങിയില്ലേ? അവൾക്ക് ദേഷ്യം വന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഉവ്, പറഞ്ഞു. വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങിയോ മദ്യസേവ? നീ കൂടുന്നുണ്ടോ? അവൻ കുപ്പിയുടെ അടപ്പ് തുറന്നു. എനിക്കിതല്ലായിരുന്നു തൊഴിൽ. അവൾ തോളിൽ നിന്നും സാരിയുടെ പിന്നഴിച്ചു മാറ്റി ഒരു ഡെപ്പിയിലിട്ട് വയ്ക്കുകയാണ്. മഹി അപ്പോഴേക്കും ഒരു പെഗ് അടിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് വന്ന് നിന്നു. എന്നിട്ട് പതിയെ അവളുടെ മുഖത്തേക്ക് ഒന്ന് ഊതി. മദ്യത്തിൻ്റെ മണമടിച്ചതും അവൾക്ക് ഓക്കാനിക്കാൻ തോന്നി. വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ മഹിയെ ദേഷ്യത്തിൽ നോക്കി. അവനപ്പോൾ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു. മാറുന്നുണ്ടോ അങ്ങോട്ട്? എനിക്ക് നിങ്ങളുടെ മണം അടിച്ചിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. വായ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൾ മഹിയോട് പറയുന്നത്.
പെട്ടെന്ന് അവൻ അവളെ തൻ്റെ വലം കൈയാൽ നെഞ്ചിലേക്കിട്ടു. നീയൊന്ന് വൊമിറ്റ് ചെയ്യൂ, എന്നിട്ടുള്ളൂ ബാക്കി കാര്യം. ഗൗരിയുടെ ഇടങ്കവൾ അപ്പോൾ അവൻ്റെ നിറയെ രോമങ്ങളാൽ അനാവൃതമായ നെഞ്ചിൽ തട്ടി നിൽക്കുവാണ്. പെട്ടെന്ന് അവൾക്ക് നിന്നിടത്ത് നിന്നും അനങ്ങാൻ പോലും സാധിച്ചില്ല. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന്, അതും തനിക്ക് താലി ചാർത്തിയവൻ്റെ ഒപ്പം. മഹിയും സത്യത്തിൽ അപ്പോൾ മറ്റേതോ ലോകത്താണ്. അവളുടെ വിറകൊള്ളുന്ന മാറിലെ ചൂടിൽ അലിഞ്ഞില്ലാതാകും പോലെയാണ് അവൻ അപ്പോൾ തോന്നിയത്. അവളുടെ ഹൃദയത്തുടിപ്പ് പോലും അവനപ്പോൾ അറിയിക്കുകയാണ്. താൻ പോലും അറിയാതെ അവൻ്റെ ഇരു കൈകളും അവളെ പുൽകാൻ തുടങ്ങിയതും ഗൗരി ഓക്കാനിച്ചതും ഒരുമിച്ചാണ്. അവൾ മഹിയുടെ അടുത്തു നിന്നും വാഷ്റൂമിലേക്ക് ഓടി. മഹിയേട്ടാ, എനിക്കിതിൻ്റെ സ്മെല്ല് അടിക്കാൻ വയ്യട്ടോ, തല പെരുക്കുന്നു. ഗൗരി നെഞ്ച് തടവിക്കൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് നിനക്ക് ഈ പ്രശ്നമില്ലായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റി? ആ, എനിക്കറിഞ്ഞൂടാ. നിങ്ങളിനി അടിക്കുന്ന ബ്രാൻഡെങ്ങാനും മാറ്റുമോ മനുഷ്യ? അവൾ മഹിയോട് ദേഷ്യത്തെ ചോദിച്ചു. അവൻ ഡ്രസ്സ് മാറിയിട്ട് കാറിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് ഗൗരിയോട് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. ഇനി കുടിച്ചിട്ട് പാതിരാത്രിയിലാവും വരുന്നത്. ഞാനേ വാതി തുറന്ന് തരില്ല, പറഞ്ഞേക്കാം, അവൾ വിളിച്ചു പോയി. അവൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയത് അവിടെയുള്ള ഒരു ആറിൻ്റെ തീരത്താണ്. വണ്ടി നിർത്തിയിട്ടിട്ട് അവൻ സീറ്റിലേക്ക് ചാരിക്കിടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അല്പം മുന്നേ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നവളായിരുന്നു. അവളുടെ ഗന്ധം തന്നെ വന്ന് തഴുകും പോലെ. അവൻ ശ്വാസം നീട്ടി വലിച്ചു. ഗൗരി, നീ എന്നെ വല്ലാതെ മതിപ്പിക്കുന്നു. നിന്നെ വെറുതെ ഓരോ നിമിഷത്തെയും ഞാനിപ്പോൾ ശപിക്കുകയാണ്. നിന്നിലേക്ക് അലിഞ്ഞില്ലാതാവാൻ, നിന്നിലെ സ്ത്രീത്വത്തെ പൂർണ്ണതയിലെത്തിക്കാൻ, നിന്റെ പാതിയാവാൻ. അതെ, പരമേശ്വരന് തൻ്റെ പാർവതി പോലെ ശരീരം പകുത്തു നൽകാൻ ഞാനും കാത്തിരിക്കുവാണ് പെണ്ണെ. ഫോൺ ബെല്ലടിച്ചപ്പോൾ മഹിയതെടുത്തു നോക്കി. അമ്മയാണ്. ഹലോ, എന്താ അമ്മേ? ഇതെവിടാ മോനെ നീ? എത്ര നേരമായി പോയിട്ട്? നേരം 10 മണി കഴിഞ്ഞു. അമ്മ കിടന്നു, ഞാൻ കുറച്ച് വൈകും. എൻ്റെ മഹിക്കുട്ട, ഇതെന്തോന്ന് വർത്താനാണ് നീ പറയുന്നേ? ആ കുട്ടിക്ക് കിടക്കണ്ടേ? അതിനവളോട് കിടക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, വേഗം വന്നേക്കണം. എനിക്കാണെങ്കിൽ ഈ ഗുളികയും മറ്റും കഴിക്കുന്നോണ്ട് നേരത്തെ ഉറങ്ങുന്ന ശീലാണുള്ളേ. അമ്മ ഉറങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം. അവൻ ഫോൺ കട്ട് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. ബെല്ലടിക്കാനായി വിരലമർത്താൻ തുനിഞ്ഞതും ഗൗരി വാതിൽ തുറന്നതും ഒരുമിച്ചാണ്. പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നെങ്കിലും കണ്ടപ്പോൾ കലിപ്പിച്ചു നോക്കുന്നവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് ഒരു ചൂയിങ്കമൊക്കെ ചവച്ചുകൊണ്ട് മഹി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്മ ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാതെ ഈ രാത്രിയിൽ എന്തോ ചെയ്യാനാ? ഓ, തമ്പുരാട്ടി ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റിയെന്ന്? കഴിക്കാൻ എടുക്കണോ? വേണം. അവൻ കൈ കഴുകി വന്നിരുന്നു. ഗൗരി ഒരു പ്ലേറ്റിലേക്ക് ചോറും കറിയും എടുത്തു വെച്ചു. നീ കഴിച്ചോ? കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമോ ഇപ്പോൾ? അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നിന്നോട് ഭക്ഷണം കഴിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി. അവൻ ഗൗരിയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. പറയാനിപ്പം മനസ്സില്ല. അവൾ ചുണ്ടു കൂട്ടി പിടിച്ചുകൊണ്ട് അവനെ നോക്കി. മഹി പിന്നീട് ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അവൻ കഴിക്കും വരെയും ഗൗരി സെറ്റിയിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോയി. അപ്പോഴേക്കും ഗൗരി ചെന്ന് പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് കഴുകി കമിഴ്ത്തി വെച്ചു. എന്നിട്ട് അടുക്കളയുടെ വാതിൽ ചാരിയിട്ടിട്ട് ഹോളിലേക്ക് വന്നു. മഹിയാണെങ്കിൽ ഫോണിലേതോ ന്യൂസ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഉറക്കം വന്നിട്ട് കണ്ണ് അടഞ്ഞു പോന്നു. സമയമാണെങ്കിൽ 12 മണി ആവാറായി. ഓ, ഇങ്ങേർക്ക് ഇത്തിരി നേരത്തെ വന്ന് കിടന്നുകൂടെ? ബാക്കിയുള്ളവരെ നോക്കിയിരുന്ന് പാടുപെടും. അവൾ പെറുപെറുത്തുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എല്ലാം ഓണാക്കി. എന്നിട്ട് ബെഡിലേക്ക് കയറി കിടന്നു. ഗൗരിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ്. എന്നും 10:30 ആകുമ്പോൾ താൻ കിടന്ന് ശീലിച്ചതാണ്. ഇതൊന്നുമല്ലാത്ത സമയത്ത് വന്ന് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ എൻ്റെ ഗുരുവായൂരപ്പ. അവൾ കണ്ണുകൾ ഇറുക്കി അടിച്ചു. മഹി റൂമിലേക്ക് വന്നപ്പോൾ കണ്ടു ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ഗൗരിയെ. കാന്താരി ഉറങ്ങിയോ ഇത്ര വേഗം?
അവൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഫ്രഷായി വന്ന് കിടന്നപ്പോൾ സമയം 1 മണി. ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ് മഹി. ഉറങ്ങുമ്പോൾ എന്ത് പാവമാണ്. വായിന്ന് വീഴുന്ന കേട്ടാലോ. അവൻ ഒരു ചെറു ചിരിയോടെ അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങിക്കിടന്നു. എന്നിട്ട് ഇടങ്കയ്യാൽ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഗൗരി ചെറുതായൊന്ന് ഞെരുങ്ങി. പെട്ടെന്ന് അവൻ കൈ വലിച്ചെടുത്തു. ഗൗരിയെ കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത പോലെ മഹി അവളെ നോക്കി കിടക്കുകയാണ്. നിറയെ കുറുനിരകളാണ് പെണ്ണിന്. ഫാനിൻ്റെ കാറ്റിൽ അവ ഓളം തള്ളും പോലെ ഇളകി ആടുന്നുണ്ട്. സീമന്തരേഖ ചുവപ്പ് മായാതെ തന്നെയാണ് അപ്പോഴും. നിറയെ കൺപേലുകളാണ് അവൾക്കുള്ളത്. ഇവളുടെ മൂക്കൊന്ന് കുത്തിച്ചാലോ. എന്ത് നല്ല ഭംഗിയാണ് ഈ മൂക്ക് കാണാൻ. ഒരു വെണ്ണക്കൽ മൂക്കുത്തി കൂടി ഇട്ടാൽ പെണ്ണിന് മൊഞ്ചു കൂടും. അവൻ മെല്ലെ അവളുടെ നാസികയുടെ തുമ്പിൽ തൻ്റെ ചെറുവിരൽ കൊണ്ടൊന്ന് തോണ്ടി. ചെറിയ കുട്ടികളുടേതുപോലെ ഇളം പിങ്ക് നിറമാണ് അവളുടെ അധരങ്ങൾക്ക്. ഒന്ന് തൊട്ടു നോക്കാൻ തോന്നിയെങ്കിലും മഹി അത് വേണ്ടെന്ന് വെച്ചു. ഒരു സ്പർശനം കൊണ്ട് പോക്കുന്നവളാണ് സ്ത്രീയെന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട. മനസ്സുകൊണ്ട് ഇപ്പോഴും ഗൗരി തന്നെ അംഗീകരിച്ചിട്ടില്ല. തന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് വെറുപ്പാണുള്ളത്. പലപ്പോഴും തനക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ അന്നു മതി ഈ ഗൗരിക്കുട്ടിയെ. അതുവരേക്കും നീ പോലും അറിയാതെ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളാം. പലവിധ സ്വപ്നങ്ങൾ കണ്ട് മഹി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 5:30 ഗൗരി കണ്ണു തുറന്നു. പെട്ടെന്ന് മിഴികൾ പോയത് തൻ്റെ ഇടതുവശത്തേക്കാണ്. തന്നോട് ചേർന്ന് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മഹിയെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. ഇത്രയും അടുത്തേക്ക് ആദ്യമായിട്ടാണല്ലോ. അവൾ ഒരു നിമിഷം ഒന്ന് നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്ന ശേഷം അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. ഗൗരി ചെന്നപ്പോൾ അവർ ദോശ ചുടുകയാണ്. അയ്യോ അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഓടിച്ചെന്ന് അവൾ അവരുടെ കയ്യിൽ നിന്നും ചട്ടുകം മേടിച്ചു. അതിങ്ങ് താ കുട്ടിയെ, എന്നിട്ട് കാപ്പി എടുത്ത് കുടിക്കും. അവർ ഒരു കപ്പിലേക്ക് അവൾക്കുള്ള കാപ്പി എടുത്ത് വെച്ചു. അമ്മ ഞാനെടുത്ത് കുടിച്ചോളാം. ദേവി ഇതമ്മ അവിടെ പോയി ഇരിക്ക്. അവൾ ദോശയ്ക്കുള്ള മാവ് കോരി ഒഴിച്ചിട്ട് കഞ്ഞിക്കുള്ള വെള്ളം എടുത്തു കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് അച്ചിങ്ങപ്പയറും ഒരു വെള്ളരിക്കയുടെ കാൽഭാഗം മുറിച്ചതും കൂടി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ദോശ ചുട്ടു തീർന്നിട്ട് വേഗം തന്നെ കുറച്ച് നാളികേരം എടുത്ത് അവൾ ചിരകി വെച്ചു. ടീച്ചറമ്മ അപ്പോൾ വിളക്ക് കൊളുത്താനായി മറ്റും പോയിരുന്നു. മഹിക്ക് കാപ്പിയുമായി കുറച്ചു കഴിഞ്ഞതും അവൾ കയറി ചെന്നു. അവൻ എഴുന്നേറ്റിട്ടില്ല. വിളിക്കണോ വേണ്ടയോ എന്ന് അല്പം ആലോചിച്ചു. ഇനി കോപ്പി തണുത്തു പോയാൽ വീണ്ടും ചൂടാക്കിക്കൊണ്ട് വരണം. അതിലും ഭേദം വിളിക്കുന്നതാണ് നല്ലത്. 2-3 തവണ അവൾ വിളിച്ചെങ്കിലും അവൻ കേൾക്കാത്ത ഭാവത്തിൽ കിടന്നു. മഹിയേട്ടാ. അവൾ അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു. തുടരും.